പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 2 കൊറിന്തോസ് 5-ാം അധ്യായം 15-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ആരെങ്കിലും നമ്മോട് ചോദിച്ചാൽ നാം സാധാരണയായി പറയാറുള്ളത് നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാണ് പറയാറ്. എന്നാൽ തിരുവചനം എന്താണ് പറയുന്നത്? ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത യേശുനാഥന് വേണ്ടി ജീവിക്കണം എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. എന്തുകൊണ്ടാണ് യേശുവിന് വേണ്ടി ജീവിക്കണം എന്ന് പറയുന്നത്? യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? യേശു ആർക്കു വേണ്ടിയാണ് മരിച്ചത്? ഈ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു പാപവും ചെയ്യാത്ത യേശുനാഥൻ നാം ഓരോരുത്തരുടെയും രക്ഷയ്ക്കായി കഠിനമായ പീഡകൾ സഹിച്ച് നമ്മുടെ പാപഭാരമെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. നമുക്ക് ലഭിക്കേണ്ട ശിക്ഷകൾ യേശു ഏറ്റുവാങ്ങി. അതുവഴി നാം പാപത്തിൽ നിന്നും മോചിതരായി. നമുക്കായി യേശുനാഥൻ സ്വർഗ കവാടം തുറന്നു തന്നു. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത യേശുവിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു മരിച്ചത് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്. അതിനാൽ നാം എല്ലാവരും യേശുവിന് വേണ്ടി ജീവിക്കുന്നവരാകണം. എങ്ങനെയാണ് നാം യേശുവിന് വേണ്ടി ജീവിക്കേണ്ടത്? യേശു എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയിരുന്നു. അതുപോലെ നാം ഓരോരുത്തരും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കേണ്ടവരാണ്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി ദൈവഹിതപ്രകാരമുള്ളൊരു ജീവിതമാണ് നാം നയിക്കേണ്ടത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 10 യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പ്രഭാഷകൻ 15:15 പറയുന്നുണ്ട്, മനസ്സ് വച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിനക്ക് സാധിക്കും. വിശ്വസ്തതാപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് എന്ന്. നാം പലപ്പോഴും പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്ന്. പക്ഷേ ദൈവത്തോട് വിശ്വസ്തത ഉണ്ടെങ്കിൽ, ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ, നമുക്ക് സ്വർഗ കവാടം നേടിത്തന്ന യേശുവിന് വേണ്ടി മാത്രം ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ബോധ്യം നമുക്കുണ്ടാകും. യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവിൻ. അവർക്ക് നന്മകൾ ചെയ്യുവിൻ. നമ്മുടെ ഹൃദയത്തിൽ വാശിയോ വൈരാഗ്യമോ വിദ്വേഷമോ അല്ലെങ്കിൽ പ്രതികാര ചിന്തകളോ ഉണ്ടായിരിക്കരുത്. യേശുവിൻ്റെ പ്രധാന കൽപ്പന എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവ കൽപ്പനകൾക്കും നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കാൻ കഴിയും. മറ്റെല്ലാം നമുക്ക് മാറ്റി നിർത്താനും സാധിക്കും. പക്ഷേ പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തിന് നാം കൊടുക്കുന്നത് ആ സ്ഥാനത്തേക്ക് ധനത്തിനും സ്ഥാനമാനങ്ങൾക്കും പ്രശസ്തിക്കും അതുപോലെ കയ്യടിക്കും ലോകസുഖങ്ങൾക്കും ഒക്കെയാണ് എന്നുള്ളതാണ് സത്യം. അത് മാറ്റി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ
നാം ദൈവസ്നേഹത്തിൽ വളരുന്നവരായി മാറും. അതുപോലെ പരസ്നേഹവും. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കണം. വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. നമുക്ക് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ നാം ആ കുരിശിലേക്ക് നോക്കണം. ആ കുരിശിലെ സഹനം, ആ പീഡകൾ നമുക്ക് വേണ്ടിയാണ് എന്ന് ഒരു ബോധ്യം വരുമ്പോൾ നമുക്ക് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കും. സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും അപ്പോൾ നമുക്ക് കഴിയും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23 യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. നാടു നീളെ നന്മകൾ ചെയ്ത് കടന്നുപോയ യേശുനാഥൻ്റെ കരങ്ങളായി കാലുകളായി പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. നമ്മുടെ ഹൃദയം യേശുവിൻ്റെ ഹൃദയം പോലെ വിശാലവും കരുണ നിറഞ്ഞതും ആയി മാറിയെങ്കിൽ മാത്രമേ യേശുവിനായി ജീവിക്കുന്നവരായി മാറുകയുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.